ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ലബനീസ് ഹൈമാം ചിക്കൻ റൈസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ലബനീസ് മസാലയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. ലബനീസ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അതെടുത്ത് കളയേണ്ട കാര്യമില്ല. പിന്നെ 2.5 ഗ്ലാസ് ബസ്മതി റൈസ് കുതിർത്തി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ മുളക്, അതായത് നമ്മുടെ ബജ്ജി മുളകില്ലേ, അത് ഒരെണ്ണം, തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞതാണ്, പഴുത്ത തക്കാളി എടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, കുരുമുളക്, ബേ ലീവ്സ്. ഇനി ഇത് 1 ടീസ്പൂൺ ലബനീസ് സ്പൈസസ് പൊടിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാത്രം ചൂടാകാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി, ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര്, ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് ലബനീസ് സ്പൈസസ് കൂടി ചേർക്കാം. അപ്പോൾ ആ ഓയിലിലേക്ക് ആ സ്പൈസസ് ചേർത്തപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വേകുന്നതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ചിക്കന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ കുറച്ചിട്ട് കൊടുത്തതാണ്. ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടി ഇട്ട് കൊടുക്കുക.
ഇത്തിരി വെള്ളം കുറവാണ്. നമുക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. പൊട്ടുമില്ല, ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ റൈസിന് ഇത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കേണ്ടതാണ്, എങ്കിലേ ചോറിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചോളൂ. നമ്മൾ ആദ്യം എടുത്ത് വെച്ച വലിയ മുളക് കൂടി ചേർക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി മറ്റൊരു പാൻ ചൂടാകാൻ വെക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ വിട്ടുപോയതാണ്. കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തിടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ എണ്ണയിലേക്ക് ആദ്യം ഉണക്കമുന്തിരി ഇട്ട് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ ഉണക്കമുന്തിരി വറുത്ത് കോരിയിരുന്നു, റെക്കോർഡായില്ല. ഞാൻ ഇപ്പോൾ അതേ ബദാം വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി റൈസ് എന്തായെന്ന് നോക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലെബനീസ് ഹൈമാം ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പെരുന്നാളിന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റംസാൻ ആശംസകൾ. താങ്ക് യു.